പാകിസ്ഥാനെതിരെ തിരിച്ചടി ശക്തമാക്കി ഭാരതം. വെടിനിർത്തൽ കരാറിൽ നിന്ന് ഭാരതം പിന്മാറിയേക്കും. അതിർത്തിയിലെ പാക് പ്രകോപനം കണക്കിലെടുത്താണ് തീരുമാനം. 2021 ഫെബ്രുവരിയിലാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിന് ധാരണയായത്. അതേസമയം പാക് പൗരന്മാർ ഇന്ന് രാജ്യം വിടണം. വിസ കാലാവധി ഇന്ന് അവസാനിക്കും. മെഡിക്കൽ വിസ ഉള്ളവർക്ക് ചൊവ്വാഴ്ച വരെ തുടരാം. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ കടുത്ത നടപടികളിലേക്ക് കടക്കുമ്പോൾ ആദ്യം അത് നയതന്ത്ര രീതിയിലായിരുന്നു. എന്തായാലും വെടിനിർത്തൽ കരാറിൽ നിന്ന് ഭാരതം പിന്മാറിയേക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. പാകിസ്ഥാനെതിരെ തിരിച്ചടി ശക്തമാക്കാൻ ഒരുങ്ങുമ്പോൾ എന്തെല്ലാം മാർഗങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഭാരതം പ്രയോഗിക്കുക? രോഹിണി, നയതന്ത്ര തലത്തിലുള്ള വലിയ സർജിക്കൽ സ്ട്രൈക്കുകൾ ഇതിനകം തന്നെ ഭാരതം പാകിസ്ഥാനെതിരെ നടപ്പാക്കി കഴിഞ്ഞു. സിന്ധു നദീജല കരാറിൽ നിന്നും പിന്മാറിയതും അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഇന്ത്യയിലെ ഹൈക്കമ്മീഷൻ ഓഫീസിലെ സൈനിക ഉപദേഷ്ടാക്കളോട് രാജ്യം വിടാൻ പറഞ്ഞതുൾപ്പെടെ പല നീക്കങ്ങളും ഇതിനകം നടപ്പാക്കി. അതുപോലെ തന്നെ പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇന്ത്യ വിടണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അങ്ങനെ നയതന്ത്ര തലത്തിൽ വലിയ നീക്കങ്ങൾ ഇതിനകം തന്നെ ഭാരതം മുന്നോട്ട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം സൈനിക തലത്തിലുള്ള നീക്കങ്ങൾ കൂടി ഇപ്പോൾ ആലോചിക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ ചില ആലോചനകൾ നടക്കുന്നത് ഈ വെടിനിർത്തൽ കരാർ ലംഘനത്തിൽ നിന്നും പിന്മാറിയാലോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടി കേന്ദ്ര സർക്കാർ തുടങ്ങിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം 2021 ഫെബ്രുവരി മാസത്തിലാണ് ഇപ്പോൾ നിലവിലുള്ള വെടിനിർത്തൽ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. അതിനുശേഷം പൊതുവെ അതിർത്തി സമാധാനപരമായിരുന്നു. പലപ്പോഴും നുഴഞ്ഞുകയറ്റം പാകിസ്ഥാൻ ഭീകരർ നടത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇരു രാജ്യങ്ങളുടെയും സൈന്യം തമ്മിൽ പരസ്പരം വെടിയുതിർക്കുന്നത് പൊതുവെ കുറവായിരുന്നു. സീസ്ഫയർ വയലേഷൻ 2022, 23, 24 വർഷങ്ങളിൽ പൊതുവെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ വർഷം തുടക്കം മുതൽ തന്നെ പാകിസ്ഥാൻ പലതവണ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷവും 2 രാത്രികളിൽ 22-ാം തീയതി വൈകുന്നേരമാണ് ഈ ഭീകരാക്രമണം പെഹൽഗാമിൽ ഉണ്ടാകുന്നതെങ്കിൽ പിന്നീട് 23-ാം തീയതി അർദ്ധരാത്രിയിലും 24-ാം തീയതി അർദ്ധരാത്രിയിലും പാകിസ്ഥാൻ അതിർത്തിയുടെ വിവിധ ഭാഗങ്ങളിലായി വെടിനിർത്തൽ കരാർ ലംഘനം നടത്തി, ഷെല്ലാക്രമണം നടത്തി. പിന്നീട് ശക്തമായ തിരിച്ചടി BSFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ തുടർച്ചയായി പാകിസ്ഥാൻ അതിർത്തിയിൽ ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണെങ്കിൽ പിന്നെ ഈ കരാർ കൊണ്ട് എന്ത് പ്രസക്തിയാണ് എന്ന സ്വാഭാവികമായ ചോദ്യം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിനാൽ സൈനിക തലത്തിൽ ഈ സീസ് ഫയർ വയലേഷനിൽ തുടർച്ചയായി പാകിസ്ഥാൻ നടത്തുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ 2021 ഫെബ്രുവരിയിൽ ഒപ്പുവെച്ച ഈ കരാറിൽ നിന്നും ഭാരതം പിന്മാറാനുള്ള സാധ്യതയുണ്ട്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിലും വിദേശകാര്യ മന്ത്രാലയമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം ഇന്നിപ്പോൾ പാകിസ്ഥാനിൽ പൗരന്മാരുടെ വിസ കാലാവധി അവസാനിക്കുകയാണ്. കാരണം നേരത്തെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയുടെ തീരുമാനങ്ങളിലൊന്ന് ഇന്ത്യയിൽ നിലവിലുള്ള പാകിസ്ഥാൻ പൗരന്മാർ എത്രയും വേഗം തിരിച്ചു പോകണം എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരുമായി ടെലിഫോണിൽ സംസാരിച്ചുകൊണ്ട് പാകിസ്ഥാൻ പൗരന്മാരെ തിരികെ അയക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇന്നാണ് ഈ പാക് പൗരന്മാരുടെ വിസ കാലാവധി അവസാനിക്കുന്ന ദിവസം. മെഡിക്കൽ വിസയിൽ ഇന്ത്യയിലേക്ക് എത്തിയ പാകിസ്ഥാൻ പൗരന്മാർക്ക് മാത്രം ചൊവ്വാഴ്ച വരെ തുടരാം. അത് കഴിഞ്ഞാൽ അവരും രാജ്യം വിടണമെന്നതാണ് സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശം. എന്തായാലും ഇന്നത്തെ ദിവസത്തോടു കൂടി സാധാരണ വിസയിൽ ഇന്ത്യയിലേക്ക് എത്തിയ പാക് പൗരന്മാർ ഇനിയും ഇവിടെ തുടരുകയാണെങ്കിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം തുടർന്നാൽ അത് അനധികൃതമായി തുടരുകയാകും. പിന്നീട് അവരെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വിവിധ സംസ്ഥാനങ്ങൾക്ക് കടക്കേണ്ടി വരും. രോഹിണി, ശരി. എന്തായാലും ഗൗതം, പാക് പ്രകോപനം ഒരു ഭാഗത്ത് ഇങ്ങനെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. പലതരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ആദ്യം നടത്തിയെങ്കിലും പാകിസ്ഥാൻ ഭയചകിതരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഭാരതം അത്തരം കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങുന്നത് അവർക്കറിയാം. ഇത്രയും നാളും ഭാരതം അത് സഹനശക്തിയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ തലത്തിൽ തന്നെയായിരുന്നു. ഭീകരവാദത്തിനെതിരെ നയതന്ത്ര തലത്തിലടക്കം ഭാരതം പറയുമ്പോഴും നിരപരാധികളായ 26 പേരെ പാക് സഹായത്തോടെ കൊന്നൊടുക്കിയപ്പോൾ അതിന് തിരിച്ച് ഭാരതം ശക്തമായ തിരിച്ചടി തന്നെ നൽകും എന്നുള്ളത് പാകിസ്ഥാനും അറിയാം. നയതന്ത്ര തലത്തിലുള്ള ആദ്യ നീക്കങ്ങൾ തന്നെ പാകിസ്ഥാന് താങ്ങാവുന്നതിനും അപ്പുറമാണ്. എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർ തുടങ്ങി വെച്ചത്, പക്ഷേ ഭാരതത്തിന്റെ തിരിച്ചടി താങ്ങാനുള്ള കെൽപ്പില്ലാതെ ഉഴലുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്?
രോഹിണി അതുതന്നെയാണ്. അതായത് പാകിസ്ഥാനിലെ പല നേതാക്കളുടെയും കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണത്തിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള പ്രകോപനം സൃഷ്ടിക്കാനായി പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അതിൻ്റെ പ്രത്യാഘാതം അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനം വരും ദിവസങ്ങളിൽ നമുക്ക് പാകിസ്ഥാനിൽ കാണാൻ സാധിക്കും. 1960-ൽ ലോകബാങ്കിൻ്റെ ഇടപെടലിനെ തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റും ചേർന്നുകൊണ്ട് ഒപ്പുവെച്ച ഈ കരാർ യുദ്ധകാലഘട്ടങ്ങളിൽ പോലും ഭാരതം പിൻവലിച്ചിരുന്നില്ല. 71-ൽ ബംഗ്ലാദേശ് യുദ്ധം, അതിനു മുൻപ് 1965-ൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നുണ്ട്. 99-ൽ നമുക്കറിയാം ഏറ്റവും ഒടുവിൽ നടന്ന യുദ്ധം അത് കാർഗിൽ യുദ്ധമാണ്. ഈ കാലത്ത് പോലും ഈ സിന്ധു നദീജല കരാറിൽ നിന്നും ഭാരതം പിന്മാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല. പക്ഷേ തുടർച്ചയായി അയൽ രാജ്യം നമ്മുടെ രാജ്യത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും നിഴൽ യുദ്ധം തുടരുകയും ഭീകരവാദത്തെ കയറ്റി അയക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഈ വലിയ കരാറിൽ നിന്ന് പോലും പിന്മാറുക എന്നൊരു തീരുമാനത്തിലേക്ക് ഭാരതം എത്തിയത്. ഇതിൻ്റെ വലിയ പ്രത്യാഘാതം എന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പഞ്ചാബ് പ്രവിശ്യ, പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ പഞ്ചാബ് പ്രവിശ്യ. അതോടൊപ്പം തന്നെ സിന്ധ് പ്രവിശ്യ. ഈ രണ്ട് പ്രവിശ്യകളിലെ കൃഷിക്ക് ഏറ്റവും പ്രധാനമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സിന്ധു നദിയിൽ നിന്നും ഒഴുകുന്ന അല്ലെങ്കിൽ സിന്ധു നദിയുടെ പോഷക നദികളിൽ നിന്നും ഒഴുകുന്ന ജലമാണ്. അതോടൊപ്പം തന്നെ വൈദ്യുതി ഉൽപ്പാദനത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമൊക്കെ ഈ ജലമാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. ഈ കരാർ അടിസ്ഥാനമാക്കി ഏതാണ്ട് 80% വെള്ളം പാകിസ്ഥാനാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. അതിനാൽ ഈ കരാർ മരവിപ്പിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ജലക്ഷാമം അവിടെ രൂപപ്പെടുന്നു. അതുതന്നെയാണ് പാകിസ്ഥാൻ നേതാക്കൾ, അത് ഭരണകക്ഷിയായിട്ടുള്ള പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെയും ഒക്കെ നേതാക്കൾ ഇന്നലെ ഇന്ത്യക്കെതിരെ വലിയ തോതിലുള്ള പ്രസ്താവനകൾ നടത്തുന്നുണ്ടായിരുന്നു. ബിലാവൽ ഭൂട്ടോയൊക്കെ പറഞ്ഞത് സിന്ധു നദിയിലൂടെ ജലം പാകിസ്ഥാന് കിട്ടിയില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ രക്തം അതിലൂടെ ഒഴുകും എന്നൊക്കെയുള്ള പ്രസ്താവനകൾ പോലും നടത്തുന്നതിൻ്റെ കാരണം ഇത് വലിയ തിരിച്ചടിയായി പാകിസ്ഥാനിൽ മാറി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണമാണ്. മാത്രമല്ല പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയും കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ഭാരതം ഇതിന് ശക്തമായ മറുപടി നൽകും. അത് നയതന്ത്ര തലത്തിലുള്ള സർജിക്കൽ സ്ട്രൈക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈനിക തലത്തിലുള്ള നീക്കം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. അത് ശത്രുവിന് വലിയ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒന്നായിരിക്കും. കാരണം സർജിക്കൽ സ്ട്രൈക്കുകളുടെ പ്രത്യേകത അതിനകത്ത് എപ്പോഴും ഒരു വലിയ സർപ്രൈസ് ഉണ്ടാകും. അതിനാൽ ശത്രു കരുതാത്ത സമയത്ത്, ശത്രു ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് പ്രഹരം കൊടുക്കുക എന്നത് തന്നെയാണ് ഭാരതത്തിൻ്റെ ഒരു പൊതുശൈലി. അതിനാൽ വരുന്ന ഏത് ദിവസങ്ങൾ വേണമെങ്കിലും ഒരുപക്ഷെ ഒരു കനത്ത സൈനിക തിരിച്ചടി പാകിസ്ഥാനെ കാത്തിരിക്കുന്നുണ്ട്. അതിനായുള്ള എല്ലാ നീക്കങ്ങൾ ഭാരതത്തിന്റെ സൈന്യം നടത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. രോഹിണി, അതെ, തീർച്ചയായും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാരതം നടപടി കടുപ്പിച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ്. നയതന്ത്ര തലത്തിലാണ് ഇപ്പോൾ ശക്തമായ നീക്കങ്ങൾ നടക്കുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒരു സൈനിക നീക്കം നടത്താം. അത് താങ്ങാനുള്ള കെൽപ്പ് പാകിസ്ഥാൻ ഇല്ല എന്നുള്ളത് പാകിസ്ഥാനും നന്നായി അറിയാം. പക്ഷേ അവർ തുടങ്ങി വെച്ചത് സാധാരണക്കാരായ 26 പേരുടെ ജീവൻ എടുത്തുകൊണ്ടുള്ളൊരു പ്രവൃത്തിയായിരുന്നെങ്കിൽ അതിന് തക്കതായ പ്രതിഫലം ഭാരതം നൽകിയേ മതിയാകുകയുള്ളൂ. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.